ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന കാവേരി എഞ്ചിൻ അറിയാമല്ലോ. ഈ കാവേരി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ആ പരീക്ഷണം 2 സുക്കോയ് 30 MKI ഫൈറ്റർ ജെറ്റുകളിൽ ഈ കാവേരി എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരീക്ഷണം അത് നടത്തിയിരിക്കുകയാണ്. പരീക്ഷണം വിജയകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിജയകരം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ത്രസ്റ്റ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ഫൈനൽ പരീക്ഷണമല്ല, ഇതൊരു സ്റ്റാർട്ടപ്പാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ടർബോ ഫാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഫിഷ്യൻസിയൊക്കെ കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ എന്നാലും പ്രാഥമികമായിട്ട് നടത്തിയ ഈ ഒരു പരീക്ഷണം ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഫലപ്രദമായിരുന്നു എന്നാണ് പറയുന്നത്. DRDO ഒരു വളരെ മികച്ച ഒരു കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് റോബോട്ടിക്സ്. ഈ ഓർബിറ്റ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പോയി റിപ്പയർ ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ആ സാറ്റലൈറ്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അബാൻഡൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള ഒരു കീഴ്വഴക്കം. അതിനൊരു മാറ്റം വരുത്താം എന്നുള്ള രീതിയിൽ തുടങ്ങിയ പ്രോജക്റ്റുകളാണ് ഈ സ്പേസിൽ ഓർബിറ്റ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വളരെ വിജയകരമായിട്ട് DRDO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. കിരൺ അഖേല എന്നാണ് പുള്ളിയുടെ പേര്. ഈ ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന്റെ പുറകെ. 2027 കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണ സജ്ജീയമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് വരുന്നത്? ഈ റോബോട്ടിക്സ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതായത് നമ്മൾ ഗഗൻയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സ്പേസ് മിഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും റിപ്പയറുകൾ അഥവാ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷൻസിന്റെ ഔട്ട്സൈഡിലൊക്കെ ഇനിയുള്ള വർക്കുകളൊക്കെ റോബോട്ടിക് വെച്ച് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ആ ഒരു ഡെവലപ്മെന്റിന്റെ കാലഘട്ടത്തേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് ഈ റോബോട്ടിക്സിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ വരുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് വളരെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇങ്ങനെ ഡെവലപ്പായി വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇത് വളരെ സക്സസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു വിഷയം 2027 കൂടി പൂർണ്ണമായ രീതിയിൽ ഇന്ത്യ വികസിക്കുമെന്നാണ് DRDO കൺഫേം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മികച്ച ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ആ രീതിയിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണിത്. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർഗേ ലാവ്റോയും കൂടി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കാരണം ഇന്നലെയാണ് സെർഗേ ലാവ്റോ UN അഡ്രസ് ചെയ്തത്. ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ ഈ വ്യാപാരത്തിന്റെ പേരിൽ ഒരു രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല. അത് അത്ര നല്ല പ്രാക്ടീസ് അല്ല. നോ ത്രെറ്റ് ടു ദിസ് എക്കണോമിക് റിലേഷൻഷിപ്പ്. അത് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയുടെയും റഷ്യയുടെയും റിലേഷൻഷിപ്പിനെ അസൂയോടുകൂടി നോക്കിക്കാണുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾക്കെതിരെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അതുപോലെ ഒരു വിഷയം കൂടി പുള്ളിക്കാരൻ കൺഫേം ചെയ്യുകയുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഡിസംബറിൽ നടക്കുമെന്നുള്ളത് വളരെ ഉറപ്പായിട്ട് തന്നെ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും ഡിസംബറിൽ. മിക്കവാറും ആ ഒരു ഡിസംബറോടുകൂടി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയാലുണ്ടല്ലോ ഇന്ത്യക്ക് അതൊരു പൊൻതൂവലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇന്ത്യ വിസിറ്റോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നുവെങ്കിൽ പിന്നെ ട്രംപ് ഒരു നോക്കുകുത്തിയോ കോലോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ UN പറഞ്ഞു വെച്ചത് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു ലോക്ക് ജാം. ഈ ലോക്ക് ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോക്സ് എന്നൊക്കെ പറയാം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒഴുകുന്ന റിവറിൽ വരുന്ന തടസ്സങ്ങൾ. അപ്പൊ അതേപോലെ ഒരു തടസ്സമാണ് ഈ യുണൈറ്റഡ് നേഷൻസ് പല കാര്യങ്ങൾക്കും. ലോകത്തുള്ള സമാധാനപരമായിട്ട് തീർക്കാൻ വരുന്ന പല വിഷയങ്ങൾക്കുമുള്ള തടസ്സമാണ് യുണൈറ്റഡ് നേഷൻസ്. കാരണം നിങ്ങൾ ഈ മൾട്ടിപോളാർ എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു രീതി, ഒരു ഇൻക്ലൂസീവ്നെസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത കൊണ്ടാണ്. മറ്റുള്ള രാജ്യങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ വെറും 5 രാജ്യങ്ങളെ മാത്രം വെച്ചുകൊണ്ട് അതിൽ തന്നെ പലരെയും ഒഴിവാക്കിക്കൊണ്ട് പല രീതിയിലുള്ള സാങ്ഷൻസും ഏർപ്പാടാക്കാൻ നിൽക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസ് തന്നെയാണ് ഇതിന്റെ കാരണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു 80ാമത്തെ സമ്മിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും മൾട്ടിലാറ്ററലിസം എന്നുള്ള ആ ഒരു തീമിലേക്ക് വരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഏത് നിമിഷവും ഒരു 3 ഫ്രണ്ട് വാറിലേക്ക് പോയേക്കാം. അതായത് ഒരു സൈഡിൽ ഉദ്ദേശിക്കുന്നത് ഈ ലഡാക്ക്, ലഡാക്ക് ഭാഗത്ത് ചൈനയുടെ ആ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു സൈഡിൽ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനാണ്. പിന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശാണ്. ഈ 3 രാജ്യങ്ങളെയും എയിം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുവിധം ചൈനയുടെ ടിബറ്റ് ബോർഡറിൽ നിന്നുള്ള ആ ഒരു കയ്യേറ്റം ഒരു പരിധി വരെ നമ്മൾക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെങ്കിലും മറ്റേ സൈഡിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നതും ചൈനയാണ്. അവരോടൊപ്പം ഇപ്പോൾ അമേരിക്കയും കൂടി ഉണ്ട്. അമേരിക്ക പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചുവിടും എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം ചൈനയുടെ സൈഡിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി പാകിസ്ഥാൻ തകൃതിയായിട്ട് ഇന്ത്യക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒപ്പം തുർക്കിയും കൂടി ഉണ്ടാവും. ആ ഒരു സാഹചര്യമാണ് ഇപ്പം ഇന്ത്യ നോക്കിക്കാണുന്നത്.
കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ടെൻഷൻ ഉണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒറ്റപ്പെടാനുള്ള കാരണം വേറെ ഒന്നുമല്ല, സൗദിയുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡീലാണ്. കാരണം ഈ സൗദിയുമായിട്ട് ഉണ്ടാക്കിയ ഡീൽ അമേരിക്കക്കെതിരെയുള്ള ഡീലായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തൊരു മെസ്സേജാണ്. അതായത് അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ അമേരിക്കയുടെ ഇത്രയും വലിയ ബേസ് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഉണ്ടായിട്ട് തന്നെയല്ലേ ഇസ്രായേൽ ഖത്തറിന്റെ ഉള്ളിൽ കയറി അടിച്ചത്. അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അവയർനെസ്സോട് കൂടി തന്നെയാണ് അവർ ആക്രമണം നടന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സാഹചര്യത്തിൽ അമേരിക്കയെ വിശ്വസിക്കാൻ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറല്ല. ശരിക്കും അമേരിക്കയ്ക്ക് ഒരു സെറ്റ് ബാക്ക് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അമേരിക്കയെ വെല്ലുവിളിക്കാനാണ് ഞങ്ങൾ ഇനിയിപ്പോ റഷ്യയോട് പോകുന്നില്ല. കാരണം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ റഷ്യയുമായിട്ടൊരു ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തും. മറ്റുള്ള പല മേഖലകളിലും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഉക്രൈനിലെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ആവും. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പാകിസ്ഥാനെ വിളിച്ചു വരുത്തിയിട്ട് അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു റെസ്പോൺസ് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെ വിളിച്ചുകൊണ്ട് വന്ന് ഒപ്പിടിപ്പിച്ചതാണ് ഈ പാകിസ്ഥാൻ സൗദി ഡീല്. അല്ലാതെ ഇന്ത്യക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല. നമ്മൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെസ് ബോർഡിൽ ഒരു കോയിൻ മാറ്റി വെക്കുമ്പോഴത്തേക്കും ആ കോയിൻ ചെന്ന് ഇരിക്കുന്ന സ്ഥലം വേറെ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പൊ ആ പൊസിഷനിലുള്ള ചെറിയ മാറ്റം, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനും സൗദിയും തമ്മിൽ ചെയ്ത ഒരു കോൺട്രാക്ട് ഇന്ത്യയെ ഒന്ന് ബോധർ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൺസേൺ. അപ്പൊ ആ രീതിക്കാണ് ഇതിനെ ചിന്തിക്കേണ്ടത്. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ആന്റോണിയോ ഗുട്ടറസ്, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആന്റോണിയോ ഗുട്ടറസിനോട് മാത്രമല്ല മറ്റു പല നേതാക്കളുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗേ ലാവ്റോവ് ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള പെർമനന്റ് സീറ്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ സെർഗേ ലാവ്റോവ് ഒരു വിഷയം കൂടെ കൂട്ടിച്ചേർത്തായിരുന്നു. അതായത് മോസ്കോ ഓപ്പൺ ടു നെഗോസിയേഷൻസ് ടു എൻഡ് ദ ഉക്രൈൻ വാർ എന്നും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതും കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇന്ത്യ സബ്മറൈൻ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രില്ല് നടത്തിയായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സബ്മറൈൻ റെസ്ക്യൂ ഡ്രിൽ, മനസ്സിലായി? അതായത് ഒരു സബ്മറൈൻ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ അത് സ്ട്രക്ക് ആകുകയോ അല്ലെങ്കിൽ താഴോട്ട് പോവുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു ഡ്രില്ലാണ് സംഘടിപ്പിച്ചത്. ആ ഒരു ഡ്രില്ല് വളരെ സക്സസ്ഫുള്ളി നടത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യ. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. സ്വർണ്ണവില കുതിച്ചുയരെന്ന് പറഞ്ഞാൽ 83,000 ആ സെയിം ഡേ തന്നെ 84,000 ആയിട്ടുണ്ട് ഒരു പവന്. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 84,000 ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത ചില തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ രീതിയിലുള്ള സ്വർണത്തിലേക്കുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നത്. കാരണം മറ്റു മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് സ്വർണ്ണമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്വർണ്ണവില കൂടുന്നത്. ചൈന അവരുടെ രാജ്യത്തിന് ഉള്ളിൽ തന്നെ സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റേഴ്സിനെ മറ്റുള്ള ഡോളർ ബേസ്ഡ് എക്കോണമിയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാനാണ് ചൈനയും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഡോളറിനെതിരെ തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണവില ഉയരുന്നത്. അപ്പൊ ഇന്നത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.